എത്ര എത്ര ഉരുൾപൊട്ടലുകളാണ്, മണ്ണിടിച്ചിലാണ്, ഒലിച്ചുപോക്ക്, എന്തെല്ലാം നാശനഷ്ടങ്ങൾ. ഇത് പ്രകൃതി ദുരന്തത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലും ഗുരുശിഷ്യബന്ധത്തിലും പലയിടങ്ങളിലും ഈ നാശനഷ്ടങ്ങൾ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നത്, ലോകമൊട്ടുക്കും നിലനിൽക്കുന്നത് വെള്ളം കൊണ്ടാണ്. ജലമില്ല എങ്കിൽ നമ്മുടെയൊക്കെ നാടുകൾ എന്നോ നശിച്ചു പോകുമല്ലോ. കൃഷികൾ തകരും, ജീവനുകൾ നശിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് നല്ല നല്ല ഗുണകരമായ ചാറ്റൽ മഴകൾ, ആവശ്യാനുസരണമുള്ള മഴകൾ നമുക്ക് വേണം. അതേ സ്ഥാനത്ത് മഴ അതിശക്തവുമായാൽ, ഇടിയും മിന്നലുമായാൽ നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ജൂലൈ അവസാന ദിവസത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ്, അത് നിർണയിക്കാൻ ഏത് ഗവൺമെൻറ്റിനാ കഴിയുക? നഷ്ടപ്പെട്ടു പോയ മൃതശരീരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ? പുനരധിവസിക്കാൻ വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. കൊട്ടാരങ്ങൾ പണിത് കൊടുത്താലും 10, 18, 20 കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മക്കളും പിതാക്കളും കുടുംബാംഗങ്ങളുമുള്ള ബന്ധത്തിൽ, ഗുരുശിഷ്യ ബന്ധങ്ങളിൽ, സൗഹൃദ ബന്ധങ്ങളിൽ ചാറ്റൽ മഴകൾ, സൗഹാർദ്ദ സംഭാഷണം വളരെ അനിവാര്യമാണ്, വളരെ നിർബന്ധമാണ്. ഇടയ്ക്കിടെ കമ്മ്യൂണിക്കേഷൻ നന്നായി വേണം. പക്ഷേ അത് അതിശക്തമായ മഴയാവരുത്, അടിയും മിടിയുമാവരുത്, അത് പൊട്ടിത്തെറിയാവരുത്, അത് ഉരുൾപൊട്ടുന്ന രൂപത്തിൽ, തമ്മിൽ ബന്ധം എന്നേക്കും വേർപിരിയുന്ന രൂപത്തിൽ ആയിപ്പോവരുത്. എന്തോ ഭാര്യ ഭർത്താക്കളുടെ സൗഹാർദ്ദ സംഭാഷണം ദിശ തെറ്റി, ശൈലി മാറി, അതിശക്തമായ മഴയിലേക്ക് വടിയും മിടിയുമായി മാറിയാൽ, അത് ഇടിയും മിന്നലുമാകും പോലെ, അത് ഉരുൾപൊട്ടൽ പ്രത്യാഘാതം സൃഷ്ടിക്കും പോലെ പല പല പ്രശ്നങ്ങളും അത് സൃഷ്ടിക്കും. അവിടെയാണ് ഏതൊരാളും ചിന്തിക്കേണ്ടത്. ഈ വിനീതൻ ആദ്യ രാത്രിയിൽ ഭാര്യയോടെടുത്ത പ്രതിജ്ഞയിൽപ്പെട്ട ഒന്നാണ്, ജീവിതത്തിലുടനീളം ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്, നിങ്ങൾ എന്നെയും വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. പരസ്പരം ഒരു സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ കാര്യങ്ങളെല്ലാം തുറന്നു ചർച്ച ചെയ്യുക. ആ കുടുംബജീവിതത്തിൻ്റെ സ്വാദ്, ആ കുടുംബജീവിതത്തിൻ്റെ മഹത്വം, ആ കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യം പറഞ്ഞ് വർണ്ണിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതേ സ്ഥാനത്ത് ഒരേ മനസ്സെന്ന് പറഞ്ഞു നടക്കുന്ന, ഒരേ ബൈക്കിൽ യാത്ര ചെയ്ത്, ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച്, നീ എന്നാൽ ഞാൻ, ഞാൻ എന്നാൽ നീ എന്നൊക്കെ പറയുന്ന എത്ര എത്ര ബന്ധങ്ങളാണ് ചെറിയൊരു പദപ്രയോഗം ഗുരുതരമായതിൻ്റെ, അതീവ ഗുരുതരമായതിൻ്റെ പേരിൽ എന്നേക്കും അവർ വേർപിരിഞ്ഞു. ആ കുട്ടികൾക്ക് ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ടു. മരിച്ചുപോയാൽ അത് അള്ളാഹു കൊണ്ട് തിരിച്ചു വിളിച്ചതാണെന്ന് ആശ്വസിക്കാം. ജീവനോടെയുള്ള ഉമ്മയും ഉപ്പയും ആ മക്കളുടെ കല്യാണത്തിന് ഒരുമിച്ച് കൂടുമ്പോൾ ഉമ്മയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിക്ക് വാപ്പ വരുന്ന ഉമ്മക്കിട്ടല്ല, വാപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിക്ക് ഉമ്മ വരുന്നത് ഇഷ്ടമല്ല. എത്ര എത്ര ദുരന്തങ്ങളാണ്, അനുഭവങ്ങളാണ് കേൾക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇളം പ്രായത്തിലെ കുട്ടികളുടെ സംസാര ശൈലി ദിശ തെറ്റാതെ, സ്വരം മാറാതെ, അപകടങ്ങൾ സൃഷ്ടിക്കാതെ, അത് ആ ചാറ്റൽ മഴ പോലെ ആ ആവശ്യാനുസരണമുള്ള ശൈലിയിൽ, ആകർഷണീയമായ ശൈലിയിൽ പഠിപ്പിച്ച് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചാൽ ഇന്ന് ഏറ്റവും അനിവാര്യമായ സ്കിൽ, ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യലാണ്. അതായിരിക്കട്ടെ
ഓരോരുത്തരും നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യം.